ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയിലേക്ക് നമ്മെ കൊണ്ടുവന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും ഈ രാത്രിയിലും അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ആ സാന്നിധ്യത്തോട് നമുക്ക് വീണ്ടും അടുത്തു ചെല്ലാം. പരിശുദ്ധ കർത്താവേ, സമ്പൂർണമായൊരു പ്രാവശ്യം കൂടി തൃക്കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്ന ഈ രാത്രിയിലും കർത്താവെ, അങ്ങ് അർഹിക്കുന്ന ആരാധന അർപ്പിക്കാനായി ഞങ്ങളെ തന്നെ തിരുമുമ്പാകെ സമർപ്പിക്കുന്ന പിതാവേ, തിരുനാമം ഈ രാത്രിയിലും ഞങ്ങളുടെ നടുവിലും മഹിമപ്പെടുമാറാകണമേ. അവിടുത്തെ വചനം ഈ രാത്രിയിലും ഞങ്ങളുടെ നടുവിൽ ക്രിയ ചെയ്യുമാറാകണമേ. അതിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു തരുന്നപ്പാ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ മനസ്സിനെ അതിനായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രതീക്ഷയോടെ തിരുസാന്നിധ്യത്തോട് ഞങ്ങൾ അടുത്ത് വരുന്നു. ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങളാക്കി തീർത്ത അവൻ കൃപയ്ക്ക് മുമ്പിൽ ഈ രാത്രിയിലും ഞങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്ന എന്നെ സ്നേഹിപ്പാനേശു ഭൂവിൽ വന്നു, എൻ പേർക്കായി ക്രൂശിൽ നാഥൻ പീഡഞ്ഞു. എന്നെ സ്നേഹിപ്പാനേശു ഭൂവിൽ വന്നു, എൻ പേർക്കായി ക്രൂശിൽ നാഥൻ പീഡഞ്ഞു. തൻ്റെ തിരുരക്തം എനിക്കായി ചിന്തി, എന്തൊരത്ഭുതമേ മഹൽ സ്നേഹം. തൻ്റെ തിരുരക്തം എനിക്കായി ചിന്തി, എന്തൊരത്ഭുതമേ മഹൽ സ്നേഹം. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനാ. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനാ. നല്ല ദാസനായി ഞാൻ തീർന്നതിനാ, എൻ മരണം എനിക്കതു ലാഭം. നല്ല ദാസനായി ഞാൻ തീർന്നതിനാ, എൻ മരണം എനിക്കതു ലാഭം. ലോകത്തിൻ മോഹങ്ങളിൽ നീങ്ങി, പാപത്തിൻ ദാസനായി ഞാൻ തീർന്നു. ലോകത്തിൻ മോഹങ്ങളിൽ നീങ്ങി, പാപത്തിൻ ദാസനായി ഞാൻ തീർന്നു. കാലങ്ങളോത്ത് എൻ്റെ ദൈവത്തിൻ സന്നിധി ഞാൻ ചെന്നു. നഷ്ടമായി പോയ കാലങ്ങളോത്ത് എൻ്റെ ദൈവത്തിൻ സന്നിധി ഞാൻ ചെന്നു. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനാ. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനാ.
ലാഭം. നല്ല ദാസനായി ഞാൻ തീർന്നതിനാ എൻ മരണം എനിക്കതു ലാഭം. നന്ദിയോടെ ചേർന്ന് പാടി. എന്നെ സ്നേഹിപ്പാൻ യേശു ഭൂവിൽ വന്നു. എൻ പേർക്കായി ക്രൂശിൽ നാഥൻ പീഡഞ്ഞു. എന്നെ സ്നേഹിപ്പാൻ യേശു ഭൂവിൽ വന്നു. എൻ പേർക്കായി ക്രൂശിൽ നാഥൻ പീഡഞ്ഞു. തന്റെ തിരുരക്തം എനിക്കായി ചിന്തി. എന്തോരത്ഭുതമേ മഹൽ സ്നേഹം. തന്റെ തിരുരക്തം എനിക്കായി ചിന്തി. എന്തോരത്ഭുതമേ മഹൽ സ്നേഹം. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ പാടിടുന്നു എങ്കിൽ ദൈവത്തിനാ. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ പാടിടുന്നു എങ്കിൽ ദൈവത്തിനാ. നല്ല ദാസനായി ഞാൻ തീർന്നതിനാ എൻ മരണം എനിക്കതു ലാഭം. നല്ല ദാസനായി ഞാൻ തീർന്നതിനാ എൻ മരണം എനിക്കതു ലാഭം. ജീവിക്കുന്നുവെങ്കിൽ ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ പാടിടുന്നു എങ്കിൽ ദൈവത്തിനാ. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ പാടിടുന്നു എങ്കിൽ ദൈവത്തിനാ. നല്ല ദാസനായി ഞാൻ തീർന്നതിനാ എൻ മരണം എനിക്കതു ലാഭം. നല്ല ദാസനായി ഞാൻ തീർന്നതിനാ എൻ മരണം എനിക്കതു ലാഭം. എന്നെ സ്നേഹിപ്പാൻ യേശു ഭൂവിൽ വന്നു. എൻ പേർക്കായി ക്രൂശിൽ നാഥൻ പീഡഞ്ഞു. എന്നെ സ്നേഹിപ്പാൻ യേശു ഭൂവിൽ വന്നു. എൻ പേർക്കായി ക്രൂശിൽ നാഥൻ പീഡഞ്ഞു. നന്ദിയോടെ ചേർന്ന് പാടിയേ. തന്റെ തിരുരക്തം എനിക്കായി ചിന്തി. എന്തോരത്ഭുതമേ മഹൽ സ്നേഹം. തന്റെ തിരുരക്തം എനിക്കായി ചിന്തി. എന്തോരത്ഭുതമേ മഹൽ. ജീവിക്കുന്നുവെങ്കിൽ ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ പാടിടുന്നു എങ്കിൽ ദൈവത്തിനാ. ഞാൻ ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ പാടിടുന്നു എങ്കിൽ ദൈവ
എൻ്റെ കണ്ണ് കണ്ടിടുന്നു. പുകഴുവാനൊന്നുമില്ലേ, മഹത്വം എന്നേശുവിന്. എൻ്റെ കാതിൽ കേട്ടതെല്ലാം എൻ്റെ കണ്ണു കണ്ടിടുന്നു. പുകഴുവാനൊന്നുമില്ലേ, മഹത്വം എന്നേശുവിൻ. വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ. ഓ വർണ്ണിച്ചിടാൻ വാക്ക് പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ. ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിയിടുന്നു. അളവില്ല ദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിയിടുന്നു. അളവില്ല ദാനത്തെ നാഥൻ നൽകി മാനി. എല്ലാ നാവുകളും ചേർന്ന് ഈ രാത്രിയിൽ വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരാ. വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരാ. വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ. യേശു എന്നിൽ വന്നതിനാൽ ഭയമില്ല എനിക്ക് തെല്ലും. അഭിഷേകം തന്നതിനാൽ ജയത്തോടെ നടന്നിടുമേ. വിശ്വാസത്തോടെ ഈ രാത്രി പാടിയേ. യേശു എന്നിൽ വന്നതിനാൽ ഭയമില്ല എനിക്ക് തെല്ലും. അഭിഷേകം തന്നതിനാൽ ജയത്തോടെ നടന്നിടുമേ. എല്ലാ നാളും വർണ്ണിക്കുവാൻ, വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ. വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ. വർണ്ണിക്കുവാൻ, വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ. വർണ്ണിക്കുവാൻ, വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ. വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ. ലോകവും യാറാശിക്കുന്നതിനെ
ഈ രാത്രിയിലും എന്നെ തിരഞ്ഞെടുത്ത സ്നേഹത്തെ വർണ്ണിക്കാൻ വാക്കുകളില്ലപ്പാ. നടത്തിയ വഴികളെ വർണ്ണിക്കാൻ ഈ രാത്രിയിലും ഞങ്ങൾക്ക് വർണ്ണനകളില്ല, വാക്കുകളില്ല പിതാവേ. ഈ രാത്രിയിലും ഞങ്ങളെ സ്നേഹിപ്പാൻ ഭൂവിൽ വന്ന നാഥന്റെ അതുല്യ സ്നേഹത്തിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നപ്പാ. ഉപവാസ പ്രാർത്ഥനയുടെ 2ാം രാത്രിയിലും കർത്താവേ, ഞങ്ങളുടെ സൃഷ്ടിതാവിന്റെ ഇടപെടലിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നപ്പാ. ഞങ്ങളുടെ സൃഷ്ടിതാവിന്റെ ശബ്ദത്തിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നപ്പാ. Hallelujah, we worship you Lord. മറിയെ പോലെ കർത്താവേ, നല്ല അംശം തിരഞ്ഞെടുപ്പാനുള്ള കൃപ, ബുദ്ധി, ജ്ഞാനം, വിവേകം ഈ രാത്രിയിലും അവിടുന്ന് ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. ആകുലപ്പെടാൻ പലതും ഉള്ളപ്പോഴും, വറി ചെയ്യാൻ പലതും ഉള്ളപ്പോഴും, ടെൻസ്ഡ് ആകാൻ പലതും ചുറ്റുമുള്ളപ്പോഴും, ഹല്ലേലൂയ, അവിടുത്തെ പാദപീഠത്തിങ്കൽ നല്ല അംശങ്ങളെ തിരഞ്ഞെടുപ്പാനുള്ള ജ്ഞാനം ഈ രാത്രി ദൈവജനത്തിന് അങ്ങ് കൈമാറുമാറാകണമേ അപ്പാ. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ കർത്താവേ, തിരഞ്ഞെടുക്കേണ്ടത് തിരഞ്ഞെടുപ്പാനുള്ള ജ്ഞാനം, ചിന്തിക്കേണ്ടത് ചിന്തിപ്പാനുള്ള ജ്ഞാനം, പ്രയത്നിക്കേണ്ടതിന് വേണ്ടി പ്രയത്നിപ്പാനുള്ള ജ്ഞാനം യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി സഭയായി ഞങ്ങളുടെ മേൽ അവിടുന്ന് പകരുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന പിതാവേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നപ്പാ. ഹല്ലേലൂയ. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കുന്ന മാനം സ്വർഗ സന്തോഷത്താൽ. ഓ, തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കുന്ന മാനം സ്വർഗ സന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനാത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനാത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. കര കാണാതാഴിയിൽ വലയുന്നോരേ, കരുണയെ കാംക്ഷിക്കും മൃതപ്രായരേ. കര കാണാതാഴിയിൽ വലയുന്നോരേ, കരുണയെ കാംക്ഷിക്കും മൃതപ്രായരേ. വരികവൻ ശരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. വരികവൻ ശരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. ഓ, ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനാത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനാത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. നമുക്ക് മുച്ചെന്ന നാം വിശുദ്ധന്മാരാ, അലങ്കൃതമായ തിരുവചനം. നമുക്ക് മുച്ചെന്ന നാം വിശുദ്ധന്മാരാ, അലങ്കൃതമായ തിരുവചനം. അനുദിനം തരുമവൻ പുതുശക്തിയാൽ, അനുഭവിക്കും അതിസന്തോഷത്താൽ. അനുദിനം തരുമവൻ പുതുശക്തിയാൽ, അനുഭവിക്കും അതിസന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനാത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനാത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിൽ എനിക്ക് അവൻ തണലേകി, താങ്ങി എന്റെ വീഴ്ചയിൽ വഴി നടത്തി. താഴ്ചയിൽ എനിക്ക് അവൻ തണലേകി, താങ്ങി എന്റെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കുന്ന മാനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കുന്ന മാനം സ്വർഗ സന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം.
കാംക്ഷിക്കും മൃതപ്രായരെ, വരികവൻ ചാരത്തു ബന്ധിതരെ, തരുമാവൻ കൃപമാന ശാന്തിയം. വരികവൻ ചാരത്തു ബന്ധിതരെ, തരുമാവൻ കൃപമാന ശാന്തിയതും. ഓ ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഹരൻ, ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. ഓ അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ നമുക്ക് മുൻചെന്നു. നമുക്ക് മുൻചെന്ന വിശുദ്ധന്മാരാ അലങ്കൃതമായ തിരുവചനം. നമുക്ക് മുൻചെന്ന വിശുദ്ധന്മാരാ അലങ്കൃതമായ തിരുവചനം. അനുദിനം തരുമവൻ പുതുശക്തിയാ, അനുഭവിക്കും അതിസന്തോഷത്താ. ഓ അനുദിനം തരുമവൻ പുതുശക്തിയാ, അനുഭവിക്കും അതിസന്തോഷത്താ. ഓ ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. ഓ അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ താഴ്ചയിൽ എന്നെ താങ്ങിയവൻ, താഴ്ചയിൽ എനിക്ക് അവൻ തണലേകി. താങ്ങി എന്റെ വീഴ്ചയിൽ വഴി സന്തോഷത്തോടെ, താഴ്ചയിൽ എനിക്ക് അവൻ തണലേകി. താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താ, തുടിക്കും നെന്മാനം സ്വർഗ സന്തോഷത്താ. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താ, തുടിക്കും നെന്മാനം സ്വർഗ സന്തോഷത്താ. ഓ തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താ, തുടിക്കും നെന്മാനം സ്വർഗ സന്തോഷത്താ. ഓ തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താ, തുടിക്കും നെന്മാനം സ്വർഗ സന്തോഷത്താ. ഓ ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ അവനത്രേ പാപഹരൻ, നിത്യജീവന്റെ ഉറവിടമായവൻ. ഈ രാത്രിയിലും ആ സാന്നിധ്യം നമ്മെ സ്പർശിക്കുവാൻ you holy name. Jesus, we lift you up. And we lift it in this place. La kamarana la rashanterele atoro. Shekena la rashanterele. Oh, avanatre en babahara anjivana എന്നെയും വീണ്ടെടുത്തു. കാഴ്ചകളിൽ താങ്ങി എഴുന്നേൽപ്പിച്ച ആ കരം ഈ രാത്രിയിലും ജീവിതത്തിന്റെ അനുഭവമാണെങ്കിൽ അധരങ്ങളെ ചലിപ്പിച്ച ദൈവത്തിന് നന്ദി പറ. വീഴ്ചകളിൽ താങ്ങിയ കരം, എൻ്റെ കണ്ണുനീർ തുടച്ച ഒരു കരം, വിലാപങ്ങളെ നൃത്തമാക്കിയൊരു സാന്നിധ്യം. Labana hardini dial shenianti kimeseniandi Lumiarian koroloro shenterala santenia. എൻ്റെ രട്ടുകളെ നീക്കിയ ആ സാന്നിധ്യം ഈ രാത്രിയിലും ഹല്ലേലൂയ, ആ സാന്നിധ്യം നമ്മുടെ അകത്തളങ്ങളിൽ ക്രിയ ചെയ്യേണ്ട ഭവനങ്ങൾക്കകത്തും യേശുവിൻ്റെ നാമത്തിൽ അതിനായ ആഴമേറിയ സമർപ്പണം ഈ രാത്രിയിലും വെളിപ്പെടട്ടെ. വസിക്കുന്നെങ്കിൽ ഈ സ്നേഹത്തിന്റെ ആഴങ്ങളിൽ വസിക്കുക. ഫലം കായ്ക്കുവാൻ അവനിൽ മാത്രമേ നമുക്ക് കഴിയൂ. ഈ രാത്രിയിലും ആ സ്നേഹത്തിൽ വസിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ദുഃഖത്തിൽ ആശ്വാസമാ, രോഗത്തിൽ എൻ സൗഖ്യമാ, ഘോര വിപത്തുകളിൽ
എന്നെ തൻ ശാശ്വത ഭുജങ്ങളാൽ മാറോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ എന്നാത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ എന്നാത്മസ്നേഹിതൻ. കാൽവറി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത. ശത്രുവാം എന്നെ ദൈവം മിത്രമാക്കിയേ, രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാനാ. ഈ സ്നേഹസ്വരൂപൻ എന്നാത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ എല്ലാ കരങ്ങളും ഉയർത്തി ഒന്ന് പാടിയേ. ദുഃഖത്തിൽ ആശ്വാസമാ, രോഗത്തിൽ എൻ സൗഖ്യമാ, ഘോര വിപത്തുകളിൽ എന്നെ തൻ ശാശ്വത ഭുജങ്ങളാൽ മാറോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ എന്നാത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ എന്നാത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ എന്നാത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ എന്നാത്മസ്നേഹിതൻ. അപ്പോൾ ഈ രാത്രിയിലും അവിടുത്തെ അങ്ങ് ഞങ്ങളെ ആത്മസഖിയായി നന്നേറ്റ് പറയാം. ഈ രാത്രി ഞങ്ങൾ അഭിമാനിക്കുന്ന കർത്താവേ, അതിനുള്ള പ്രാഗൽഭ്യം ഞങ്ങൾക്ക് നൽകിയ ദൈവകൃപയ്ക്കായി രാത്രിയിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. സാന്നിധ്യത്തിൻ്റെ ആഴമേറിയ ഇടപെടലിനായി ഞങ്ങളെ തന്നെ വീണ്ടും സമർപ്പിക്കുന്നു. ദൈവഭൃത്തിനെ കരുത്തോടെ ഈ രാത്രിയിലും അവിടുന്ന് കരങ്ങളിൽ എടുക്കണമേ. ഓരോ ഭവനങ്ങൾക്കകത്തും ആവശ്യമായ ദൂതുകളെ ഈ രാത്രിയിലും അങ്ങ് പകരുമാറാകണമേ. ഓരോ ഹൃദയങ്ങളോടും ശക്തമായി അവിടുന്ന് ഈ രാത്രിയിലും ഇടപെടുമാറാകണമേ. അതിനായി സഭയായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. മുഴുവൻ മഹത്വം ആരാധനയും കുഞ്ഞാടെ അങ്ങേക്ക് മാത്രം ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രാർത്ഥനയും ആരാധനയും കൈക്കൊണ്ടതിന് നന്ദിയപ്പാ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ജീസസ്. ആമോസ് പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്ത് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ദൈവസഭയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ പ്രാവശ്യത്തെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 2-ാമത്തെ രാത്രിയിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കർത്താവ് ഒരുക്കുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങളിൽ ആത്മനിയോഗത്തോടെ നമ്മുടെ സമയങ്ങളെ വേർതിരിച്ച് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിപ്പാനുള്ള ദൈവത്തിൻ്റെ ആലോചനയുടെ മുൻപാകെ സഭയായി ഒന്നുകൂടെ കീഴ്പ്പെടുവാനും അത് അനുസരിപ്പാനും ദൈവം ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യാം. എനിക്കറിയാം ഈ ദിവസങ്ങളിൽ പൂർണ്ണമായും ഭാഗികമായും ഉപവസിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. സമയങ്ങളെ വേർതിരിച്ച് ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിംഗ് കുടുംബങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക്, ദൈവസഭയ്ക്ക് ദിവസങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. കഴിഞ്ഞ രാത്രിയിൽ വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോടും കുടുംബങ്ങളോടും ഇടപെടുവാനിടയായി തീർന്നു. ഈ ആയുസ്സിൽ, ഈ തലമുറയിൽ നമ്മുടെ ആഗ്രഹം എന്തിനോടാണ്? നമ്മുടെ വിശപ്പ് എന്തിനോടാണ്? കർത്താവിൻ്റെ വചനം കേൾക്കുവാനും കർത്താവിനെ സ്നേഹിപ്പാനും ദൈവത്തോട് ചേർന്ന് നടക്കുവാനും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിപ്പാനും ഒന്നുകൂടെ ദാഹത്തോടെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തു ചെല്ലാം.
വിവിധ മീഡിയാസിൽ കൂടെ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നയാഗര പ്രേയർ സെൻ്ററിൻ്റെ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയിലേക്ക് ദൈവനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള മണിക്കൂറുകൾ വീണ്ടും ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്ക് ആയിരിക്കാം. അനുഗ്രഹിതനായ കർത്താവിൻ്റെ ശേഷദാസനെ ഈ ദിവസങ്ങൾ ദൈവം നമ്മുടെ നടുവിലേക്ക് അയച്ചിട്ടുണ്ടല്ലോ. കർത്താവിൻ്റെ ശേഷദാസനെ കഴിഞ്ഞ രാത്രിയിൽ ദൈവം നമ്മുടെ നടുവിൽ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമാകുന്ന ഈ ആലോചനകൾ കർത്താവ് നൽകി. ഇന്ന് രാത്രിയിലും തുടർന്നുള്ള സമയം ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നത് പോലെ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ അനീഷ് കെ തോമസ് നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കും. നാളെ രാത്രിയിലും കർത്താവിൻ്റെ ദാസൻ നമ്മുടെ നടുവിലുണ്ടല്ലോ. വളരെ പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടെ, ഒരു ക്രമീകരിക്കപ്പെട്ട ജീവിതത്തോടെ മടങ്ങിപ്പോകുവാൻ, തീരുമാനങ്ങളോടെ മടങ്ങിപ്പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള സമയങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നത് പോലെ ശുശ്രൂഷിപ്പാൻ അനുഗ്രഹിതനായ കർത്താവിൻ്റെ ദാസനെ ഞാൻ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. കൊലോഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 12. ക്രിസ്തുവേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ ഞാൻ വായിക്കാം. നിങ്ങൾ ക്രിസ്തുവേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. എപ്പഫ്രാസ് എന്ന് പറയുന്നത് കർത്താവിന്റെ ദാസൻ, ഒരു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. കൊലോസയിലുള്ള ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പം എപ്പഫ്രാസിന്റെ കാര്യം പൗലോസ് എടുത്തു പറയുക. ഒരാള് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു സഭയ്ക്ക് കത്തെഴുതുമ്പം, ഒരു സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എന്ന് പറയുന്ന വിശുദ്ധനായ മനുഷ്യൻ, അപ്പോസ്തലനായ ദൈവത്തിന്റെ മനുഷ്യൻ, ഭാര്യമാരെ പറ്റി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. യജമാനന്മാർക്ക് എങ്ങനെ ആയിരിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പറ്റി അതിനകത്ത് പറയുന്നുണ്ട്. വലിയ മർമ്മങ്ങൾ, വലിയ ദൂതുകൾ ആ കൊലോസ്യ ലേഖനത്തിനകത്തുണ്ട്. നാം ക്രിസ്തുവിൽ ആരാണെന്ന്, സഭ എന്താണെന്നൊക്കെ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിനിടയില് ആ വലിയ മർമ്മങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ എപ്പഫ്രാസ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനെ പൗലോസ് ചൂണ്ടിക്കാണിക്കുക, എടുത്തു പറയുക, ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി ഒരാള് പ്രാർത്ഥിക്കുന്നുണ്ടേ. എന്താണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയം പോലും പൗലോസ് എടുത്തു പറയുന്നുണ്ട്. എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയം എന്താണ്? താൻ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ തികഞ്ഞു വരേണ്ടതിന് ദൈവഹിതം സംബന്ധിച്ചൊക്കെയും നിങ്ങൾക്ക് നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന്. എന്ന് വെച്ചാൽ നിങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞു വരേണ്ടതിന്. അതിനെ നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം വായിച്ചാൽ മതി. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ നിർത്തേണ്ടതിന്. ഉണ്ടോ? ക്രിസ്തുവിൽ
അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന ഒരാളെ അവനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി മാറ്റുക എന്നൊരു ദൗത്യം നമുക്കുണ്ട്. രക്ഷിക്കപ്പെട്ട ഒരാളെ, സ്നാനപ്പെട്ട ഒരാളെ നമ്മുടെ കയ്യിൽ ലഭിക്കുമ്പോൾ അവനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി എടുക്കണം. ഞാന് എപ്പോഴും സഭയിൽ എപ്പോഴും പറയുന്ന കാര്യമാണ്, ജനത്തിന് അനീഷ് കെ തോമസ് എന്ന് പറയുന്ന പാസ്റ്ററിൽ അല്ല ആശ്രയിക്കേണ്ടത്. അങ്ങനെ ആശ്രയിച്ച മൊത്തം പണിയും പാളി. കാരണം ഞാൻ പോയ അവരും പോയി, ഞാൻ പാളിയ അവരും പാളി, ഞാൻ വീണ അവരും വീണു. എന്നിലേക്ക് അവരെ ആശ്രയിപ്പിക്കാതെ, എന്നിലേക്ക് അവരെ അധികം ഡിപ്പെൻഡ് ചെയ്യിപ്പിക്കാതെ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ അവരെ തികഞ്ഞവരാക്കി മാറ്റി. ഹല്ലേലൂയ. അവരെ ക്രിസ്തുവിൽ തികയണം എന്ന് വെച്ചാൽ അവർക്ക് കർത്താവാണ് അവരുടെ ആശ്രയം എന്ന് അവരെ ബോധ്യപ്പെടുത്തി അവരെ ഉറപ്പിക്കണം. അതൊരു വലിയ ശുശ്രൂഷയാണ്. നമ്മളെ 1 മണിക്കൂർ കൊണ്ട് കുറെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതൊരു എന്താ പ്രോസസ്സിങ്. അതിങ്ങനെ കണ്ടിന്യൂ ആയി നടക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചപ്പോഴല്ല, അവർ പിന്നെയും എനിക്ക് കർത്താവാണ് എല്ലാം. ഇന്നലെ ഞാൻ വൈകിട്ട് പറഞ്ഞ പോലെ കർത്താവാണ് എനിക്ക് എല്ലാം എന്നുള്ള ബോധ്യത്തിൽ ഇവരെത്തണം. പാസ്റ്ററാണ് എനിക്കെല്ലാം, പാസ്റ്ററാണ്ടിയാണ് എനിക്കെല്ലാം, അല്ലെങ്കിൽ സഭയാണ്, ഇതെല്ലാം നമുക്കെല്ലാമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി കർത്താവാണ് നമുക്കെല്ലാം. എനിക്കൊരു ആവശ്യം വന്നാൽ കർത്താവേ ഉള്ളൂ. എന്റെ ഹൃദയം ഒന്ന് പൊട്ടിയാൽ യേശുപ്പച്ചനെ എനിക്കുള്ളൂ. ഞാനൊന്ന് കരഞ്ഞാൽ എനിക്ക് കർത്താവ് മാത്രമേ ഉള്ളൂ. ഞാൻ ചില സമയത്ത് ചിന്തിക്കാറുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാൻ ഒത്തിരി പേരുണ്ടെങ്കിൽ ചില സമയത്ത് വിളിച്ചാൽ ആരെയും കിട്ടത്തില്ല. എനിക്ക് അവരോടൊക്കെ ഭയങ്കര ചിലപ്പോൾ ദേഷ്യം വരാറുണ്ട്. വിളിച്ച ഫോൺ പോലും എടുക്കത്തില്ല. ഒരു ആവശ്യം മനുഷ്യന് വന്നിട്ട് എത്ര വിളിയോട് വിളിയ സൈലന്റ് ആയിട്ട് കിടന്ന് ഉറങ്ങുവാണ്. എവിടെ പോയി കിട, ഈ സഹോദരി എവിടെ പോയി കിടന്നു, ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷെ പിന്നെ മനസ്സിലായത് ചിലരെയൊക്കെ ദൈവം മനഃപൂർവ്വം എടുപ്പിക്കാത്തതാ. കാരണം ദൈവത്തിൽ എനിക്ക് കൂടുതൽ ആശ്രയം വരേണ്ടതിന് ദൈവം പല ഫോണുകളും നമ്മളെ കൊണ്ട് എടുപ്പിക്കത്തില്ല. അല്ലെങ്കിൽ പല ആൾക്കാരെ ദൈവം മാറ്റി അങ്ങ് നിർത്തും. മനഃപൂർവ്വം ഫോൺ എടുക്കാത്തവരോ കാര്യമല്ല, അത് പിന്നെ ചെവിക്ക് പിടിക്കാൻ മാറും. അതല്ല ഉദ്ദേശിച്ചത്. മനഃപൂർവ്വം എടുക്കാത്ത കുറെ ടീമുകളുണ്ട്, അത് ചെവിക്ക് പിടിച്ചെന്ന കറക്കണം, പ്രശ്നം പെട്ടെന്ന് അതല്ല ഞാൻ പറയുന്നത്. നമ്മൾ എടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ദൈവം നമ്മളെ ആക്കും. സ്തോത്രം. അപ്പം ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ തികഞ്ഞവനാക്കി നിർത്തണം. എന്തോ ഒരു ശുശ്രൂഷയല്ലയോ. ഹല്ലേലൂയ. അത് തൊട്ട് താഴത്തെ വാക്യം, ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടു കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. കണ്ടോ? അപ്പൊ വചനത്താൽ അവൻ തികയണം. ഇത് പെട്ടെന്ന് മനസ്സിലാക്കണേ. ഈ കോരിന്ത്യ ലേഖനം എടുത്താൽ മതി. കോരിന്ത്യ ലേഖനം അത് പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. 1 കോരിന്ത്യ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഞാൻ തന്നെ വായിക്കാം. 1 കോരിന്ത്യ ലേഖനം 1-ാം അധ്യായം 4. നിങ്ങൾ ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്ന പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും, ശ്രദ്ധിച്ചോണം, അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. കണ്ടോ? നിങ്ങൾ വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. കോരിന്ത്യ സഭയോട് പറയാണ്, നിങ്ങൾ സമ്പന്നതയുള്ളവരാണ്, നിങ്ങൾ സമൃദ്ധിയുള്ളവരാണ്. ഏതിലാ സമൃദ്ധി? നമ്മൾ ഈ സമൃദ്ധി എന്ന് പറയുമ്പോഴേ അറിയാമല്ലോ ഏതാ ഉദ്ദേശിക്കുന്നത്. അതല്ല ഇവിടെ. നിങ്ങൾ ഏതിലാണ് സമൃദ്ധി? നിങ്ങൾ വചനത്തിൽ സമൃദ്ധിയുള്ളവരാണ്. ആമേൻ. ഈ നയാഗ്ര
ചർച്ചിന്റെ നിങ്ങൾ ചർച്ചിലുള്ളവരെ കാണുമ്പോൾ തന്നെ പലരും പറയണം, അവര് ചെറിയ ആൾക്കാരൊന്നും, അവര് വചനത്തിൽ ഭയങ്കര സമ്പന്നര, അവര് പ്രാർത്ഥനയിൽ ഭയങ്കര സമ്പന്നര. ഓ, അങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ എന്തോ സന്തോഷമല്ലയോ? ആർക്കറിയാം. അപ്പം ദൈവവചനത്തിൽ സമ്പന്നതയുള്ളവരായി നമ്മൾ മാറണം. സ്തോത്രം. നമ്മളൊക്കെ 70, 75, 80 ഇപ്പോഴത്തേക്ക് സമയം വെച്ച് നോക്കിയാൽ 50 തട്ടിപ്പോകും. ഇനി എപ്പോഴാണേലും നമ്മൾ ഈ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് ശേഷമുണ്ടായ തലമുറ നമ്മളെ പറ്റി എന്ത് പറയുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ശേഷം ഉണ്ടാകുന്ന തലമുറ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ പറ്റി എന്തു പറയും? ഞാൻ പത്തനംതിട്ട സ്വദേശിയാ. ഞങ്ങൾക്കൊരു അപ്പച്ചനുണ്ട്, വാര്യാപുരം യോനാച്ചൻ, കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം വാര്യാപുരം യോനാച്ചനെ പറ്റി ഇപ്പൊ എത്ര തലമുറ കഴിഞ്ഞു, ഞാൻ ഉൾപ്പെടെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുക, ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു പ്രവാചക ശബ്ദമായിരുന്നെന്ന് പറയുക. അപ്പൊ നമുക്ക് ശേഷം ഉണ്ടാകുന്ന തലമുറ നമ്മളെ നോക്കി പറയണം. എന്താ പറയേണ്ടത്? എന്റെ ദൈവമേ, ഇതുപോലൊരു തള്ള ജീവിച്ചിരുന്നല്ലോ. എങ്ങനെയാണ് പറയണ്ടേ? ഇതുപോലൊരുത്തൻ എന്റെ കർത്താവ്, അങ്ങനെയല്ല പറയണ്ടേ. തലേ കൈ, നമ്മുടെ പേര് പറയുമ്പോഴേ തലേ കൈ വെപ്പിക്കരുത്. ഇങ്ങനൊരു പ്രാർത്ഥിക്കുന്ന സ്ത്രീ, ഇങ്ങനെ കർത്താവുമായി ബന്ധമുള്ള ഒരു സഹോദരൻ നമുക്ക് ശേഷമുള്ള തലമുറ പറയണം. അല്ലെ? ബില്ലി ഗ്രഹാമിനെ പറ്റി ഇനി 1000 തലമുറ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും അല്ലെ, എന്താ പറയുക? കഴിഞ്ഞ ദിവസം ബില്ലി ഗ്രഹാം മരിക്കുന്ന സമയത്ത് മനോരമ പത്രം, നമ്മുടെ കേരളത്തിലെ മനോരമ പത്രം എഴുതി വെച്ചിരിക്കുകയാണ്, ഒരു സ്ത്രീ തന്നെ ലിഫ്റ്റിൽ ഉണ്ടെങ്കിൽ ഈ ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന സഹോദരൻ ആ ലിഫ്റ്റിൽ യാത്ര ചെയ്യത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞതല്ല, മനോരമ പത്രം എഴുതി വെച്ചിരിക്കുക. ഒരു ഇംഗ്ലീഷുകാരനെ പറ്റിയാ കേട്ടോ. അങ്ങനെ യാത്ര ചെയ്യുന്നത് തെറ്റൊന്നുമില്ല, അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് മനോരമക്കാര് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ശേഷം ഉണ്ടാകുന്ന, ഇതൊക്കെ ചിന്തിക്കണം പ്രിയരെ. നമുക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു തലമുറ നമ്മളെ പറ്റി, സ്തോത്രം. പക്ഷെ നമ്മളൊക്കെ നേരെ ചിന്തിച്ചാ, ദൈവമേ, 2 പിള്ളേരായി 3 പിള്ളേരായിട്ട് ഇവർക്ക് ഇനി എന്തൊക്കെ ചെയ്തു കൊടുക്കണം, ഇതെല്ലാം അങ്ങ് വെപ്രാളം കൊണ്ട്, ഈ ഓടി വെപ്രാളം കൂടി BP, ഷുഗർ, ഡയബറ്റീസ്, എനിക്ക് എല്ലാ രോഗവും ഇപ്പൊ ശരീരത്തിലുണ്ട്. കാരണം ഇതിന്റെ ടെൻഷനാ. ഡൽഹിയിലെ PG അങ്കിൾ പറയുന്ന ഒരു രോഗവും എനിക്കില്ല. PG അങ്കിൾ പറയുന്ന വാക്കാ, എനിക്ക് ഒരു രോഗവും ഇല്ല. കാരണം എന്താ? എനിക്ക് ടെൻഷനേ ഇല്ല. ടെൻഷൻ ഇല്ലാത്തോണ്ട് എനിക്ക് ഒരു രോഗവും. ആമേൻ. നന്നായിട്ടൊന്ന് ചിരിക്കാൻ പറ്റുന്നതന്നെ ഒരു അനുഗ്രഹമാണ്. നന്നായിട്ടൊന്ന് ചിരിക്കാൻ പറ്റുന്നതന്നെ ഒരു അനുഗ്രഹം. കാരണം ചിരിക്കാതെ തന്നെ ഒത്തിരി രോഗങ്ങളും. കരയുന്നേക്കാൾ നല്ലതാ ചിരിക്കുന്നത്. ആമേൻ. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചേ, നമ്മള് അപ്പൊ സമ്പന്നരായി തീരണം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ. അപ്പൊ ക്രിസ്തുവിൽ നിങ്ങളെ തികഞ്ഞവരാക്കി. ക്രിസ്തുവിൽ തികയാന്ന് പറഞ്ഞ വചനത്തിലുള്ള നിറവ്, പ്രാർത്ഥനയില്, അഭിഷേകത്തില്, ഇതിലെല്ലാം നിങ്ങൾ നിറഞ്ഞു വരണം. സ്തോത്രം. എന്നിട്ട് അടുത്ത് പറയാണ്, എനിക്ക് ഈ വിഷയമാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രധാനപ്പെട്ട. ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി മാറണം. എനിക്ക് എന്താണ് ദൈവഹിതമെന്ന് ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ട് പ്രാർത്ഥിക്കാം. എന്താണ് ദൈവം? ഞാൻ വേഗത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി. എന്റെ കയ്യിൽ ഒരു പേപ്പർ, നിങ്ങളിത് കണ്ടല്ലോ, ഇതൊരു പേപ്പറാണ്. എന്താണ് ദൈവഹിതം? നമ്മൾ ഉദ്ദേശിക്കുന്ന ദൈവഹിതം എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാം കൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ കുറെ ഇതിനകത്ത് അങ്ങ് എഴുതും. ഇപ്പം അനീഷ് കെ തോമസ്, എനിക്ക് കർത്താവെ വീട് വേണം, എനിക്ക് കർത്താവെ അത് വേണം, എനിക്ക് ഇത് വേണം. ഞാൻ കല്യാണം കഴിക്കാത്ത വ്യക്തിയാണെങ്കിൽ കർത്താവെ എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന പെണ്ണ് വേണം, എനിക്ക് അങ്ങനെ ഇരിക്കുന്ന പെണ്ണ് വേണം, എനിക്ക് അതുപോലെ ഇരിക്കുന്ന പെണ്ണ് വേണം, എനിക്ക് ഇതുപോലെ അപ്പൊ എന്റെ കുറെ
പ്ലാനുകളൊക്കെ എഴുതിയിട്ട് ഇടയ്ക്ക് ബ്രാക്കറ്റ് ദൈവഹിതം മതി കേട്ടോ, കർത്താവേ ദൈവഹിതം മതിയേ. നമ്മുടെ കുറെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് ബ്രാക്കറ്റില് കർത്താവ് എനിക്ക് ദൈവഹിതം മതി കേട്ടോ എന്ന് പറയുന്നതല്ല ദൈവഹിതം. നമ്മുടെ ആഗ്രഹങ്ങൾ പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളെ മാത്രം ഊന്നി സംസാരിക്കുന്ന ദൈവഹിതമല്ല. ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയാം, ആരോടും പറയരുത്. ദൈവഹിതത്തിനകത്ത് ഡിമാൻഡ് ഇല്ല. നമ്മുടെ കുറെ ആഗ്രഹങ്ങൾ പറഞ്ഞ് ദൈവത്തെ ഒപ്പിടിപ്പിക്കുന്ന പരിപാടി അല്ല ദൈവഹിതം. എന്റെ കുറെ ആഗ്രഹങ്ങൾ വെള്ളപ്പേപ്പറിനകത്ത് എഴുതി താഴെ പറയാം, കർത്താവെ ഒപ്പിട് കർത്താവെ ഒപ്പിടാനാ പറഞ്ഞത് എന്ന് പറയുന്നത് അല്ല ദൈവഹിതം. ഇതാണോ പ്രിയരെ ദൈവഹിതം? ഇത് ദൈവഹിതമല്ല. പിന്നെ എന്താണ് ദൈവഹിതം? ദൈവം എഴുതി ഞാൻ ഒപ്പിടുന്നതാണ് ദൈവഹിതം. കിട്ടിയില്ല. ദൈവം എഴുതും, ദൈവഹിതം എഴുതും അല്ലെ? ഇപ്പം താരുടെ പേരാ പറയണ്ടേ? ഒരു മിനിറ്റ്. റിനു ജോയ്, നല്ല സഹോദരൻ. അപ്പം റിനു ജോയിയെ പറ്റിയുള്ള ദൈവഗീതം റിനു ജോയ് എഴുതിയിട്ട് ദൈവം ഒപ്പിടുന്ന പരിപാടിയല്ല. പിന്നെന്താ? ദൈവം എഴുതിയിട്ട് റിനു ജോയ് ഒപ്പിടണം, അതാ ദൈവഗീതം. ദൈവം എഴുതും റിനു ജോയ് എന്താണ്, റിനു ജോയിയെ പറ്റിയുള്ള വിളി എന്താണ്, റിനു ജോയിയെ പറ്റിയുള്ള പദ്ധതി എന്താണ്, എന്നിട്ട് പറയും റിനു നീ ഒപ്പിടാം. നമ്മൾ നേരെ തിരിച്ചാ, നമ്മൾ അങ്ങോട്ട് എഴുതും എസ്സേ പോലെ. എന്നിട്ട് ദൈവത്തോട് പറയും ഒപ്പിട് കർത്താവേ. ഈ പണ്ട് കല്യാണം ആലോചിക്കുമ്പോഴേ, പണ്ട് ഈ വീട്ടിൽ കല്യാണം ആലോചിക്കുമ്പം പെണ്ണിനോട് ചോദിക്കും, അല്ലെങ്കിൽ ചെറുക്കനോട് ചോദിക്കും എങ്ങനെയുള്ളവരെ വേണം. അപ്പം അല്ലെ അമ്മ പറയും ഇതുപോലെ അവള് അത് പഠിച്ചതാ ഇത് പഠിച്ചതാ അപ്പൊ അങ്ങനെയുള്ളതാ ഇതാ കുറെ കാര്യം. ലാസ്റ്റ് ഈ അമ്മ പറയും പക്ഷേ ദൈവഹിതം മതി കേട്ടോ, പക്ഷെ ദൈവഹിതം മാത്രം മതിയേ. എന്നാ പിന്നെ ഈ പെണ്ണുമ്പിള്ളക്ക് ഇത് പറയാതിരിക്കണ്ടായോ? എന്നാ പിന്നെ ഈ അമ്മാമ്മക്ക് ഇത് പറയാതിരിക്കണ്ടായോ? നമ്മുടെ കുറെ ഡിമാൻഡ് എഴുതിയിട്ട് ദൈവഹിതം എന്ന് പറയുന്നതല്ല ദൈവഹിതം. ഇന്ന് ഈ വൈകിയ വേളയിൽ നിങ്ങളുടെ അകത്തു നീ സംഭവമേ പൊളിഞ്ഞു മാറണം യേശുവിന്റെ നാമത്തിൽ. നിങ്ങളുടെ മൈൻഡിൽ നിന്ന് പൊളിഞ്ഞ് എന്റെ കുറെ ഇഷ്ടങ്ങൾ പറയുന്നതല്ല ദൈവഹിതം. ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഞാൻ സബ്മിസീവ് ആവുന്നതാണ് ദൈവഹിതം. അതാ എപ്പപ്രാസ് പ്രാർത്ഥിച്ചത്, അതാ പ്രാർത്ഥിച്ചത്. നിങ്ങൾ ദൈവഹിതത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടതിന് അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലെ? റോമാലേഖനം 12 എടുത്തേ. റോമാലേഖനം 12 ദൈവഹിതം എന്താ നമുക്കൊന്നുകൂടെ നോക്കാം. റോമാലേഖനം 12 എടുത്തേ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലോറും നിങ്ങളെ പ്രബോധിക്കും. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപരാകുന്ന നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിത വിനത തിരിച്ചറിഞ്ഞ് മനസ്സു പുതുക്കി. ഇതൊക്കെ ഭയങ്കര മർമ്മങ്ങളാകട്ടെ. നമ്മളൊക്കെ ഇത് ഓടിച്ചു പറഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്താ അതിന്റെ അർത്ഥം എന്നറിയാം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് വെച്ചാൽ ദൈവഹിതം അറിയാൻ നിങ്ങളുടെ മനസ്സ് പുതുക്കണം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്നറിയാം. അതറിയണമെങ്കിൽ എഫേസ്യലേഖനം എടുക്കണം. എഫേസ്യലേഖനം എടുത്തേ. എഫേസ്യലേഖനം എടുത്തേ. 1:18 1:17. എന്റെ പ്രാർത്ഥന നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വവും പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന് ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ തരേ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം എന്ന് പറഞ്ഞാൽ എന്തുവാ മനസ്സ് പുതുക്കാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം ദൈവഹിതം തിരിച്ചറിയണം.
ഒന്നുകൂടെ പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കണമെന്ന്. നിങ്ങളുടെ ഹൃദയം മനസ്സിലാക്കണം ഞാൻ ആരാകുമെന്ന്. എന്റെ ഹൃദയം തിരിച്ചറിയണം എന്റെ പിള്ളേരെ പറ്റിയുള്ള പദ്ധതി എന്തുവാ. എന്റെ മനസ്സ് തിരിച്ചറിയണം എന്നെ പറ്റിയുള്ള വിളി എന്താ. എന്റെ മനസ്സ് തിരിച്ചറിയണം ഞാൻ എവിടെ എത്തും. എന്റെ മനസ്സ് തിരിച്ചറിയണം ഞാൻ ഏത് നിലയിലാണ് നിൽക്കേണ്ടത്. എന്റെ മനസ്സ് തിരിച്ചറിയണം ഓരോ ദിവസവും എന്നെ പറ്റിയുള്ള ദൈവഹിതം എന്താണെന്ന് എന്റെ മനസ്സ് തിരിച്ചറിയണം. മനസ്സ് തിരിച്ചറിയണമെങ്കിൽ മനസ്സ് കണ്ണാടി പോലെ തെളിയണം. ഇത് ചെറിയ വെളിപ്പാടല്ല കേട്ടോ, നിങ്ങൾ വളരെ എന്നെ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് കണ്ണാടി പോലെ തെളിയണം. മനസ്സ് കണ്ണാടി പോലെ തെളിയാത്ത ഒരാൾക്ക് ദൈവഹിതം അറിയാൻ കഴിയുകയില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ മനസ്സ് ശുദ്ധിയാകാത്ത ഒരാൾക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ ചിന്തിക്കുക, അയ്യോ അല്ല പാസ്റ്റർ ഞാൻ ദൈവശബ്ദം ഇടയ്ക്കിടെ കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ ഈ പ്രവാചകൻ പറഞ്ഞ ശബ്ദത്തെ പറ്റി അല്ല പറയുന്നത്. നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് ദൈവം പ്രവാചകനെ അയക്കുന്നതാണ്. നമുക്ക് ദൈവശബ്ദം ദിനംതോറും കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് പ്രവാചകനെയും വചനത്തിലൂടെയും പ്രസംഗത്തിലൂടെയും യൂട്യൂബിലൂടെയും ദൈവദാസന്മാരിലൂടെയും നമ്മളെ പറ്റിയുള്ള മുന്നറിയിപ്പുകൾ തരുന്നതാണ്. പ്രവാചക ശബ്ദം എപ്പോഴും നിങ്ങൾ ഓർത്തോണം, കൺഫർമേഷനാ. നീ കേട്ട ശബ്ദത്തെ ഉറപ്പിക്കാനാ പ്രവാചകൻ. അല്ലാതെ പുതുതായിട്ടൊരു ശബ്ദം കേൾക്കുന്നതല്ല പ്രവാചക ശബ്ദം. നമ്മൾ കേൾക്കും, നമ്മൾ കേട്ടതിനെ ഉറപ്പിക്കും പ്രവാചകൻ. അല്ലെങ്കിൽ നമുക്ക് ദൈവശബ്ദം നേരിട്ട് കേൾക്കാൻ പറ്റാത്തത് കൊണ്ട്, നമ്മുടെ മനസ്സ് മലിനപ്പെട്ട് കിടക്കുന്നത് കൊണ്ട്, പൊടി പിടിച്ച് കിടക്കുന്നത് കൊണ്ട് അവന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ദൈവപുരുഷന്മാരെ വീട്ടിലയക്കും, അല്ലെങ്കിൽ ഇതുപോലുള്ള മീറ്റിങ്ങുകളിലൂടെ ദൈവം ഇടപെടും. നിങ്ങൾ ആ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഞാൻ പറയുന്ന പോലെ പറ, യേശുവേ ഞങ്ങളുടെ മനസ്സിനെ ദൈവശബ്ദം കേൾക്കുന്ന ഭാഗത്തിൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. യേശുവേ അതത് ദിവസങ്ങളിൽ അതത് മണിക്കൂറുകളിൽ ഞങ്ങൾക്ക് ആവശ്യമായ ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് ഞങ്ങളുടെ മനസ്സിനെ പുതുക്കണമേ. യേശുവേ ജനറേഷനായി വന്ന പാരമ്പര്യമായി ഞങ്ങളുടെ മനസ്സിൽ കയറിയ ചില ഇൻസിഡന്റ് വഴി ഞങ്ങളുടെ മനസ്സിൽ കയറിയ ചില സാഹചര്യം വഴി ഞങ്ങളുടെ മനസ്സിൽ കയറിയ ചില സുഹൃത്തുക്കൾ വഴി ഞങ്ങളുടെ മനസ്സിൽ കയറിയ ചില ക്ലൈമറ്റ് വഴി ഞങ്ങളുടെ മനസ്സിൽ കയറിയ ഞങ്ങൾ താമസിക്കുന്ന മണ്ണ് വഴി ഞങ്ങളിൽ കയറിയ ഞങ്ങളായിരിക്കുന്ന കൾച്ചർ വഴി ഞങ്ങളുടെ മനസ്സിൽ കയറിയ എല്ലാ അശുദ്ധികളും ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് അത് മാറ്റിയെടുത്ത് ഒരു വീട് തൂത്തുവാരുന്നത് പോലെ ഞങ്ങളുടെ മനസ്സിന്റെ എല്ലാ മലിനതകളെയും അങ്ങ് മാറ്റി ഞങ്ങളുടെ ഹൃദയത്തെ കണ്ണാടി പോലെ ശുദ്ധീകരിക്കണമേ. ആമേൻ. ദൈവശബ്ദം കേൾക്കണം പ്രിയർ. ഓരോ ദിവസവും ദൈവശബ്ദം. കാരണം ദൈവശബ്ദത്തിനകത്താണ് ദൈവഹിതം ഇരിക്കുന്നത്. ദൈവശബ്ദത്തിനകത്താണ് ദൈവഹിതം ഇരിക്കുന്നത്. എല്ലാവരും ഒന്ന് പറയാമോ? ദൈവശബ്ദത്തിനകത്താണ് ദൈവഹിതം ഇരിക്കുന്നത്. ആരും പറയുന്ന പോലുമില്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. ദൈവശബ്ദത്തിനകത്താണ് ദൈവഹിതം ഇരിക്കുന്നത്.
നിങ്ങൾ ഇപ്പം ഇതിനകത്ത് ഇന്ത്യയിൽ നിന്ന് കയറുന്നവരുണ്ട്. ഇപ്പൊ കാനഡയിലാണല്ലോ ആ ചർച്ചിന്റെ മീറ്റിംഗ് ആണ്. അപ്പം കാനഡയിൽ നിങ്ങൾ എത്തിയതിന്റെ പുറകിൽ അതിനകത്തൊരു ദൈവഹിതമുണ്ട്. അതിനകത്തൊരു ദൈവഹിതം ഉണ്ടെന്നേ. ദൈവഹിതം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ കാനഡയിൽ എത്തിയത്. കാനഡയിൽ എത്താനുള്ള വിശ്വാസം പോലും പ്രാർത്ഥിക്കാൻ നേരത്ത് നമുക്കില്ല. നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടത്തില്ലായിരുന്നു, പക്ഷെ കിട്ടിയത് വിശ്വാസത്താല. അത് കഴിഞ്ഞ് പ്രാർത്ഥനയിൽ ഈ ഫെയ്ത്ത് ഇല്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിശ്വാസം പോലും, അതിന് കിട്ടുന്ന ദൈവശബ്ദം പോലും, അതിനു വേണ്ടി നിൽക്കുന്ന സീരിയസ്നെസ് പോലും ആത്മീയ വിഷയത്തിന് കൊടുക്കുന്നതേ ഇല്ല. അതൊക്കെ എന്തൊരു ദുഃഖമാണ്. ഞാൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമത്തോടെ ഇതൊക്കെ പറയാം. ഞാൻ ചിലപ്പോൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്, കർത്താവെ ഈ ചിലതിനൊക്കെ എന്തിന് വിളിച്ചാന്ന് പോലും ഞാൻ ചിന്തിക്കാറുണ്ട്. എന്തിന് വിളിച്ചാ? ദൈവത്തിന് തെറ്റ് പറ്റിയതാണോ കർത്താവ്? വിളിച്ചിട്ടങ്ങ് ഒരു കാര്യവും. കാരണം ഞാൻ എന്റെ ദൈവത്തോട് ഞാൻ പറഞ്ഞത്, കാരണം എന്തിനാ വിളിച്ചെന്ന് പോലും അറിയത്തില്ല. ചെല്ലുക, ജോലി ചെയ്യുക, എല്ലാം കഴിക്കുക, ഉറങ്ങുക, പിന്നെ നേരം വെളുത്ത് എഴുന്നേൽക്കുക, കാര്യങ്ങൾ നടക്കുക, പിന്നെയും ജോലിക്ക് പോവുക, പിന്നെയും തിന്നുക, കുറക്കുക. ഞാൻ ഇന്നലെ വൈകിട്ട് പറഞ്ഞ കാര്യം പിന്നെ ആവർത്തിക്കുക. മക്കളെ, നിങ്ങളുടെ അകത്ത് ഭയങ്കര വിളിയുള്ളവരാണ് കേട്ടോ, ഭയങ്കര വിളിയുള്ളവർ. ഓ ഷാർബർ ഹൽബൽ കറാസിസ്. ഞാൻ ഇന്നലെ ഈ കുടുംബത്തോട് പരിശുദ്ധാത്മ ഒരു കാര്യം സംസാരിച്ചായിരുന്നു. അതിന്റെ പേര് ജെറീം ആൻഡ് ഫാമിലി. ഭയങ്കര വിളിയുള്ള ഫാമിലിയാ നിങ്ങൾ കേട്ടോ. കർത്താവിന് വേണ്ടി ഭയങ്കരമായിട്ട് ഉപയോഗിക്കപ്പെടേണ്ട ഫാമിലിയാണ്. നിങ്ങൾ കാനഡയിലാണോ ഇന്ത്യയിലാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഭയങ്കരമായി ശക്തമായി നിങ്ങളെ ദൈവം പ്രയോജനപ്പെടുത്തും. നിങ്ങൾ പ്രാർത്ഥനയിൽ ശരിക്ക് കയറിക്കോ. നിങ്ങളെപ്പറ്റി കർത്താവിന് ഭയങ്കര പദ്ധതിയുള്ളവർ. ഞാൻ ഇന്നലെ തന്നെ നിങ്ങളെ ഞാൻ വാച്ച് ചെയ്ത് ശ്രദ്ധിച്ചായിരുന്നു. ദൈവനോട് പറഞ്ഞ പിന്നെ ഇന്ന് നിങ്ങൾ കയറുമെന്ന് എനിക്കൊരു ബോധ്യമുള്ളത് കൊണ്ട് ഇന്നത്തേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. കർത്താവിനോട് പറയുന്നു, ദൈവം പ്രാർത്ഥനയിൽ കണ്ടൊരു കുടുംബമാണ്. നിങ്ങളെപ്പറ്റി കർത്താവിന് അസാധാരണമായ പദ്ധതിയുണ്ട്, അസാധാരണ പദ്ധതി. ഒരു നിമിഷം ആ ജെറിൻ ഫാമിലി ഒന്ന് കണ്ണടയ്ക്കാമോ? ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഓ റൈംസസ് കരാധന ലൈഡബന ഷൗഡി വിരിവിരി കമസലൈ രഖേതനെ റെനീതാലാബ ലാഖുഡമന ഷാൽബലഖറോ മാണ്ടൽ ഖൈമ സുഖമറ മതേനെ ലുബി കസ്മോനി മിഷ്ബോർ ബഗുംബി ഹാത്തറ ബൈസൽ ഖറേബദറസേ ലൂഡിബിനി സത്തറ ബറാക്കറ സെതനെ മെൽക്കറ സിദുനി മെൻതറ ബൗഡിമിനി സക്കറ ബലാസു ഓറായിഡിബിനി കോൾ. ഒരു വലിയ റിവൈവൽ അവരെ ഉപയോഗിച്ചാണ് കർത്താവേ, വലിയ ഒരു റിവൈവൽ അവരെ ഉപയോഗിച്ചാണ്. റീം ധാബാറക്കല സോതറോ ബാകുറ മംസകെലെ റനേകലബ. ഓ ഹല്ലേലൂയ. ഏലിയാവിന്റെ കൂടെ എലീശ നിൽക്കുന്നത് പോലെ അഭിഷക്തന്മാരുടെ കൂടെ നിർത്തണമേ കർത്താവേ. ഉഡമന സത്തറബറ കിറബല സതിമന കറ ഠിമറബസഗറബ. ഈ ഭൂമിയിൽ അവർക്ക് ആവശ്യമായതെല്ലാം കൊടുത്തിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ശക്തമായി അവരെ പ്രയോജനപ്പെടുത്തുവാൻ ഈ പകൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വലിയ ഉണർവ് തന്നെ എഴുതി കാണിക്കുക. ഉണർവ് എന്ന് എഴുതി കാണിക്കുന്നു. റിവൈവലിലേക്ക് ദൈവം അവരെ പ്രയോജനപ്പെടുത്തണമേ. ദൈവം നീ പ്രയോജനപ്പെടുത്തിയതിന് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ദൈവഹിതം മനസ്സിലാക്കി നമ്മൾക്ക് പ്രാർത്ഥിക്കണം. വളരെ ആവശ്യമാണ്. നമ്മൾ ഈ ചുമ്മാ തോന്നിയതെല്ലാം കൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ ദൈവത്തെ പോലും അങ്ങ് എന്താ പറയുന്നേ. റോമാലേഖനം, നിങ്ങൾ റോമാലേഖനം എടുക്കാമോ? റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. റോമാലേഖനം 8:26. അവിടെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആ വാക്യം ശ്രദ്ധിച്ചോണേ.
വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. അടുത്ത വാക്ക്, ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് പറഞ്ഞാ ചില സമയങ്ങളിൽ, എപ്പോഴും അല്ല, ചില സമയങ്ങളിൽ നമുക്ക് എന്താ പ്രാർത്ഥിക്കേണ്ടതുള്ള ബോധ്യം നമുക്ക് വരുന്നില്ല. ചിലർക്ക് ബോധമേ ഇല്ല, അത് വിട്ടേരെ. ചിലർക്ക് ബോധ്യവും ഇല്ല, ബോധവും ഇല്ല, പ്രാർത്ഥിക്കുന്ന എന്തുവാ, ഞാൻ അവരുടെ കാര്യമല്ല പറഞ്ഞത്, പ്രാർത്ഥിക്കുന്നവരുടെ കാര്യമാണ്. അപ്പം ചില സമയങ്ങളിൽ എന്തുവാ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട്. ചില സമയങ്ങളിൽ എങ്ങനെ സ്റ്റെപ്പ് വെക്കണമെന്ന് അറിയത്തില്ല. അങ്ങ് കൺഫ്യൂഷൻ. അവിടെ ചെയ്യണോ, ഇത് ചെയ്യണോ, ആ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണം, എനിക്കറിയത്തില്ല. ഞാൻ അങ്ങ് ഡിസ്റ്റർബ് ആവും ചില സമയത്ത്. അപ്പൊ ഞാൻ ചെയ്യുന്ന പരിപാടി മിണ്ടാതങ്ങിരിക്കും. പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കും. എനിക്ക് നന്നായിട്ട് അറിയാം ഹോളി സ്പിരിറ്റ് എനിക്ക് വേണ്ടി ഇവിടെ പക്ഷപാതം ചെയ്യും. ഈ നമ്മള് ദൈവത്തിന് ഹിതമല്ലാത്ത വഴികളിൽ നടന്നിട്ട് പക്ഷപാതം ചെയ്യാന്നല്ല. വേണേ അതും തെളിവുണ്ട്. അതിന്റെ അടുത്ത വാക്യം കണ്ടോ, എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം, കണ്ടോ, വിശുദ്ധന് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു. നമുക്ക് ഇഷ്ടം പോലെ നടന്നിട്ട് പരിശുദ്ധാത്മാവെ പക്ഷപാതം ചെയ്തൊന്നുമില്ല. വിശുദ്ധർക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്യുന്നു. അപ്പൊ ചില സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും കേട്ടോ. നമ്മളീ പറയുന്ന പോലെ ദൂതന്മാരൊന്നും അല്ല. ചില സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ നമുക്ക് വരും. ചില സമയങ്ങളിൽ എനിക്കുണ്ടാകുന്ന ഫീൽ, ചില സമയത്ത് ചില വിഷയം ഓർത്ത് ഞാൻ അങ്ങ് കരയും. ഞാൻ ഒരിക്കൽ ചെന്നൈയില് ഒരു ക്യാമ്പിന് പോയി 10 ദിവസത്തെ ക്യാമ്പിനാ പോയത്. നമുക്കല്ലേ സെക്കൽ ഫ്രാൻസിസിന്റെ ക്യാമ്പിനാ പോയത്. പ്രിയരെ, എനിക്കറിയാം, ഞാൻ രാത്രിയിൽ ആ ഗ്രൗണ്ടിൽ പോയി ഞാൻ കരയുക. എന്തിനാ കരഞ്ഞത് എനിക്ക് ഇന്നും അറിയത്തില്ല. വിഷയമൊന്നുമില്ല, ഞാൻ കരയും. നിങ്ങളോടിത് ഒരു 6-7 വർഷം മുമ്പുള്ള കാര്യമാണ്. നിങ്ങളോടിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ അവിടെ എന്തിനാ കരഞ്ഞെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ 3-4 രാത്രിയോളം ഞാൻ ആ ഗ്രൗണ്ടിൽ പോയി കരയുക. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, എന്നെ കരയിപ്പിച്ചത് പരിശുദ്ധാത്മാ. എൻ്റെ ഉള്ളിൽ ഭയങ്കര ആത്മഭാരം തോന്നി കരയുക. പ്രാർത്ഥനയുടെ ഒരു വലിയ മർമ്മമാകട്ടോ, പ്രാർത്ഥനയ്ക്കകത്ത് ആത്മഭാരം വേണം. എല്ലാവരും ഒന്ന് പറയാമോ? ആത്മഭാരം. പ്രാർത്ഥനയ്ക്കകത്ത് എന്തോ വേണം? ആത്മഭാരം വേണം. കരമൊന്ന് ഉയർത്തി ഒരു വാക്കൊന്ന് പ്രാർത്ഥന. കർത്താവേ, പറയാമോ? കർത്താവേ, ഞങ്ങൾക്ക് ആത്മഭാരത്തിൽ പ്രാർത്ഥിക്കാൻ കൃപ നൽകണമേ. യേശുവേ, ഞങ്ങൾക്ക് ആത്മഭാരത്തിൽ പ്രാർത്ഥിപ്പാൻ ശക്തി തരണമേ. ആമേൻ. വെരി ഗുഡ്. ആത്മഭാരത്തിൽ പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പരിശുദ്ധാത്മാവിനുണ്ടാകുന്ന അതേ പെയിൻ നമുക്കുണ്ടാവണം. മനസ്സിലായോ? ഇതാണ് ആത്മഭാരം. ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനോട് നടക്കുന്ന പോലെ സംഭവം നമുക്ക് നോക്കുവാണെങ്കിൽ നാളെ എടുക്കാം, സമയമുണ്ടെങ്കിൽ. പരിശുദ്ധാത്മാവിനെ നടക്കുക എന്ന് പറയുന്നതിന്റെ ബെസ്റ്റ് ലൈഫാ. അതിനപ്പുറത്തൊരു ജീവിതമേ ഇനിയില്ല. അയ്യോ, അത് എത്ര പേർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് പോലെ എനിക്കറിയത്തില്ല. കാരണം ഹോളി സ്പിരിറ്റിന്റെ കൂടെ നടന്നാൽ ഉണ്ടാകുന്ന ഗുണം തന്നെ പരിശുദ്ധാത്മാവ് കരഞ്ഞാൽ ഞാൻ കരയും. കാരണം എന്താ? ഹോളി സ്പിരിറ്റിന് എന്ത് വികാരങ്ങളാ ഉണ്ടാകുന്നത് അതെനിക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് തോന്നാറുണ്ടോ ചില വിഷയങ്ങൾ ഭയങ്കര ഭാരം തോന്നും, ചില വിഷയത്തിൽ ഭയങ്കര സന്തോഷം തോന്നും? ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് ഹോളി സ്പിരിറ്റ് എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ അതല്ലേ എനിക്ക് അനുഭവിക്കാൻ പറ്റും. അതാണ് ആത്മഭാരത്തിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് ലഭിച്ചില്ലേലും, നിങ്ങൾക്ക് ഇന്നിത് കിട്ടുന്നില്ലേലും, ഞാനിത് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ ആകണം എന്നൊരു കൊതി വരുന്നുണ്ടോ? ഇങ്ങനൊക്കെ എനിക്ക് ആകണം പാസ്റ്ററെ, എനിക്ക് ഇങ്ങനെയൊക്കെ ആകണം കൊതി വരുന്നുണ്ടോ? ആ കൊതിയെങ്കിലും വന്നാ നീ രക്ഷപ്പെട്ടു. ചില ആൾക്കാർക്ക് പിന്നെ കൊതിയൊന്നും വരുന്നത്. കാരണം ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചർച്ചയിൽ പറയാറുണ്ട്, നിങ്ങൾക്ക് വിഷമം തോന്നുന്നു എന്നുള്ള കാര്യം എന്റെ വിഷമമാണ്.
ചില ആൾക്കാർക്കുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ചിലര് 200 cc ബൈക്കാ. 200 cc എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കാരണം അവർക്ക് ആവശ്യം ഞങ്ങളുടെ നാട്ടിൽ പറയുമ്പോൾ അവർക്ക് ആവശ്യം കാപ്പിപ്പൊടി, പഞ്ചസാര, അരി, റേഷൻ കിറ്റ്, പിന്നെ സൂപ്പർ മാർക്കറ്റ്, പിന്നെ ജോലി, കൊച്ചിന്റെ കല്യാണം, ചെറുക്കൻ വീട് വെക്കുന്ന പണി പകുതി ആയുള്ളൂ, തേങ്ങ വീണെടുത്തും താഴെ വീണു. അപ്പം ഇങ്ങനെയുള്ള ഈ ലോകത്തിന്റെ പ്രശ്നങ്ങൾ എന്നല്ലാതെ അവർക്ക് അതിനപ്പുറത്തൊരു ആത്മീയ ലോകത്തെ പറ്റി അറിയത്തുമില്ല, അവർക്ക് അറിയണമെന്ന് ആഗ്രഹമില്ല. അവർക്ക് അറിയണമെന്ന് ആഗ്രഹമില്ല. അതാ ഞാൻ പറഞ്ഞ 200 cc എന്ന് പറഞ്ഞാൽ ആ 200, ഞാൻ പ്രത്യേകിച്ച് ബിനുപാസോ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം. പക്ഷേ 200 cc ബൈക്കും ഉണ്ട്, 1500 cc കാറും ഉണ്ട്, 50 കപ്പാസിറ്റി ഉള്ള എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള ബൈക്കുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ 50 കപ്പാസിറ്റി ഉള്ള ബൈക്കിനൊക്കെ ആ ലെവലിൽ അങ്ങ് വിട്ടാൽ മതി. കാരണം അവരോട് നമ്മൾ ഈ വലിയ മർമ്മം പറയാൻ പോയി വായിലെ വെള്ളം പറ്റത്തേ ഉള്ളൂ. നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് പരിശുദ്ധാത്മാവിനോട് നടക്കണം കേട്ടോ, പരിശുദ്ധാത്മാവിന്റെ വേദന നീ അറിയണം. അവർ വിചാരിക്കോ കർത്താവേ വിസയുടെ കാര്യമൊന്നും ആയില്ലല്ലോ കർത്താവേ യേശുവേ. ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനെയുള്ളവരെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, 30, 60, 100 മേനിയെന്നല്ലേ അല്ലെ? 30, 60, 100. ചിലത് 30ന്റെ മേലോട്ട് പോകത്തേ ഇല്ല. അവരെ നമ്മൾ ഞെക്കി പഴിപ്പിക്കാൻ നോക്കുകയേ വേണ്ട. അവർക്ക് കാപ്പിപ്പൊടിയാണോ? പ്രാർത്ഥിക്കും, കർത്താവെ കാപ്പിപ്പൊടി കിട്ടിയതിനായി സ്തോത്രം 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 സ്തോത്രം. അവർക്ക് വിസയാണോ? യേശുവേ. ആ വഴി അവരെ വിട്ടേക്കണം, നമ്മൾ അതിൽ നോക്കി വേണ്ട. എന്നാൽ ചിലതുണ്ട്, ചില ആൾക്കാരുണ്ട്. താങ്ക് യു പാസ്റ്റർ. എന്നാൽ ചിലരുണ്ട്, ചില ആൾക്കാര് അവർക്ക് ഇതൊന്നും അല്ല അവർക്ക് വിഷയം. അവർക്ക് എങ്ങനെയും കർത്താവിനോട് നടക്കണം. അവർക്ക് എങ്ങനെയും പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നത് കേൾക്കണം. അവർക്ക് ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടക്കുന്ന പോലെ അവർക്ക് ദൈവത്തിന്റെ കൂടെ നടക്കണം. അവർക്ക് ഭാര്യയും കുടുംബവും എല്ലാം ഉള്ളവരാണെങ്കിൽ പോലും അവർക്ക് വലുത് കർത്താവാണ്. അങ്ങനെ ഒരു തലമുറയെ ബിനു നിങ്ങളുടെ ചർച്ചിൽ അങ്ങനെ ഒരു തലമുറയെ എടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ജനറേഷനെ വാർത്തെടുക്കാൻ ബിനു നമ്മളെ കൊണ്ട് സാധിച്ചാൽ നമ്മൾ ഈ തലമുറയിൽ വിജയിച്ചവരാ. ഹല്ലേലൂയ. ഞാൻ പറയാം, എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ശരിക്കും പറഞ്ഞാൽ ഈ 200 cc ബൈക്കിനെ ആ ലെവലിൽ, കാരണം അവർക്ക് അതേ ഉള്ളൂ. അവർക്ക് അത് പറഞ്ഞാൽ മതി. അവർക്ക് ഈ ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ ഇട്ട് ജീവിക്കുക, വളരുക, മരിക്കുക. അവരെ ആ വഴിക്ക് അങ്ങ് വിട്ടേര്. അങ്ങനെയുള്ളവരോടല്ല ഞാൻ ഈ ദൂത് പറയുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ദൈവം നടത്തും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതൊന്നുമല്ല. നമ്മൾ ഈ പറയുന്ന മെസ്സേജ് കേൾക്കുന്നവർ അല്പമെങ്കിലും റേഞ്ച് ഉള്ളവരായിരിക്കും. ഈ മെസ്സേജ് കേൾക്കാൻ കുറച്ചു പേരുണ്ടെങ്കിലും എനിക്ക് പരാതിയില്ല. കാരണം ഇത് കേൾക്കുമ്പം എങ്ങനെയും ഈ ക്രിസ്തുവിൽ തികവുള്ള മനുഷ്യനായി എനിക്ക് മാറണം എന്ന ബോധ്യം, ആഗ്രഹമെങ്കിലും ഉള്ളവരായിരിക്കണം നിങ്ങൾ. നിങ്ങളെ ദൈവം മാറ്റും. നിങ്ങളെ വേറെ നിങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല. പാസ്റ്ററെ എനിക്ക് ആഗ്രഹമുണ്ട്, വി ആർ റെഡി, ഞങ്ങൾ തയ്യാറാ. ഇതെങ്ങനെയാണെന്ന് പാസ്റ്റർ പറഞ്ഞതാ. അങ്ങനെയുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഈ വചനം നിങ്ങൾക്കുള്ള ദൂത. ഞാൻ ഇന്നലെ രാവിലെ ഞാൻ സംസാരിച്ച പോലെ, പ്രിയരെ, എനിക്ക് 39 വയസ്സായി. എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് ദൈവം മക്കളെ തന്നു. ഞാനിപ്പോ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് ഒരുപാട് വിഷയങ്ങൾ, ഭൗമിക വിഷയങ്ങൾ ആവശ്യമുള്ള ഒരാളാ. ഒത്തിരി ഭൗമിക ആവശ്യങ്ങൾ എനിക്കുണ്ട്. ഞാൻ ഇന്ന് വരെ എനിക്ക് ചോദിക്കേണ്ടി വന്നിട്ട്, കാരണം എനിക്ക് ടെൻഷൻ ഇല്ല. പിന്നെ ചോദിക്കുന്നേ,
എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. എന്റെ ഭാര്യ ഇതിനകത്ത് കയറിയിട്ടുണ്ടോ? അവള് കേൾക്കുന്നുണ്ടോ ആ വാർത്ത? ഓക്കെ. അപ്പം ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഞാൻ ഇന്നും മരിച്ചാലും നീ ഭാരപ്പെടേണ്ട കാര്യമൊന്നുമല്ല. കാരണം നിനക്ക് വേണ്ടി അല്ല ഞാൻ ജീവിക്കുന്നത്, ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരാണ്. നിനക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് കർത്താവിനെ ഏൽപ്പിച്ചൊരു കടമയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി അവന്റെ ദൗത്യം ഫിനിഷ് ചെയ്യുക, അവന്റെ ദൗത്യം ഏറ്റെടുത്ത് ഭൂമിയിൽ തീർക്കാൻ വന്ന ഒരാളാണ് ഞാൻ. എത്ര പേർക്ക് ആ ബോധമുണ്ട് പ്രിയരെ? എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? 65 വയസ്സുള്ള ഒരു പിതാവ് മരണ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാനും ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫിന്നി സ്റ്റീഫൻ പാസ്റ്റർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല. നമുക്ക് കുറെ ദേവദാസന്മാർ ചുറ്റും നിൽപ്പുണ്ട്. അവസാനം ഒരു ദേവദാസൻ, ഈ 65 വയസ്സുള്ള പ്രായമുള്ള പിതാവ് കരയുക. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ദേവദാസൻ എന്തിനാ ദേവദാസനെ കരയുന്നേ? വിഷമമാണ് മരണത്തിന്. പുള്ളി മരിക്കുന്നതിനുള്ള വിഷമമൊന്നും അല്ല പാസ്റ്ററെ. ഇത്രയും നാള് ഭൂമി ജീവിച്ചിട്ട് കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് കരയുക. ഞങ്ങൾ കഴിഞ്ഞ ദിവസം, ഞാൻ നിങ്ങൾ പറയാം, കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങൾ ചെയ്തോണം. 10 പേരുടെ സുവിശേഷം പറയും. ഒരു പറഞ്ഞോ, ട്രാക്ട് കൊടുത്തോ? ഇല്ല, നിങ്ങൾക്ക് പുറത്തിറങ്ങി അങ്ങനെ മിനിസ് ചെയ്യാൻ പറ്റുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ 100 കണക്കിന് കുടുംബങ്ങളുണ്ട്. നിങ്ങൾക്കുള്ള മന്ന അയച്ചു കൊടുക്കുക, ദേവദാസന്മാർക്ക് കൊടുക്കുക. പട്ടിണിയുണ്ട്, മക്കളെ പഠിപ്പിക്കാൻ എന്തിനാ നോർത്ത് ഇന്ത്യ പോകുന്ന പ്രിയരെ? ഈ കൊറോണ സമയത്ത് 2020 100 കണക്കിന് പാസ്റ്റർമാര് പട്ടിണിയാ. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? നമ്മളെങ്ങനെ അറിയുന്നേ? കാരണം നമ്മൾ ഈ 5 നില ബിൽഡിംഗ് വെക്കുന്ന പോലെ ബ്രെഡ് വെച്ചിട്ട് ഒരു ഭാഗം കടിച്ചിട്ട് അൽസേഷൻ പട്ടി കൊടുക്കുന്ന ടീമാണ് നമ്മൾ. മമ്മേ തീർന്നോ? ഇനിയും കഴിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് വലിയ പുകഴ്ത്തി പറയും, ഓ പിള്ളേരൊന്നും കഴിക്കുന്നില്ല. മാമേ. കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്നൊരു നിങ്ങളെ അച്ഛനല്ല, ഞാൻ ഒരു കൊച്ചു വിളിച്ചിട്ട് ബൗൾക്കം ചവയ്ക്കുന്നുള്ള ഷനീഷ്. ഞാൻ പറഞ്ഞ മര്യാദയ്ക്ക് സംസാരിക്കണേ, എനിക്കറിയാം നീ ആരാ ഇവിടെ നിന്ന് പോയത്. ഷനീഷ് ഓക്കെ, ബൗൾക്കം ചവയ്ക്കുന്നവർ എന്നോട് സംസാരിക്കില്ല. ഞാൻ പറഞ്ഞു, ഇതൊന്നും പറഞ്ഞ ആർക്കും ഇഷ്ടപ്പെടത്തില്ല, എന്നാലും കുഴപ്പമില്ല. ബൗൾക്കം വായിച്ചു വയ്ക്കത്തില്ല. നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞ മോളെ നീ മര്യാദയ്ക്ക് സംസാരിക്കും, വാ തുറന്ന് സംസാരിക്കും. ഇതെല്ലാം കടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തുപ്പിക്കളാം, അതിന്റെ സംസാരിക്കും. നമ്മൾ ആരെയും അനുകരിക്കണ്ട. നമ്മൾ ഞാനിത് ഭാഷയ്ക്കൊന്നും എതിരല്ലേ, ദൈവത്തെ ഓർത്ത്. അത് നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ കൃപ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന ആളാ. ഇംഗ്ലീഷ് അറിയാമോ? വേൾഡ് തുറന്നത് പറയുന്ന ഒരാളാണ് ഞാൻ. ഇംഗ്ലീഷ് പഠിച്ചോ, ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും പ്രസംഗിക്കാൻ ഇംഗ്ലീഷ് കഴിയുമ്പോൾ ബിനുപാസിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബിനുപാസിന്റെ ഒക്കെ മുമ്പിൽ തുറന്നിരിക്കുന്നത് വേൾഡാ, ലോകമാണ് തുറന്നേക്കുന്നത്. ഹിന്ദി പഠിച്ചാൽ ഇന്ത്യ തുറക്കും, മലയാളം പഠിച്ചാൽ കേരളം തുറക്കും, ഇംഗ്ലീഷ് പഠിച്ചാൽ ലോകം തുറക്കും. അങ്ങനെ പറയുന്ന ഒരാൾ. അതുകൊണ്ട് ഇംഗ്ലീഷിനെതിരൊന്നും അല്ല കേട്ടോ. പക്ഷെ ഇവിടെ തേങ്ങാ വെട്ടുകാരന്റെ മോൾ അവിടെ ചെന്നിട്ട് ഖേ എന്ന് പറയുമ്പോഴേ എനിക്ക് വിഷം, മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്താ പ്രാർത്ഥി? നിങ്ങൾ ദൈവഹിതം അറിഞ്ഞ് പ്രാർത്ഥിക്കും മക്കളെ. ദൈവഹിതം അറിഞ്ഞ് പ്രാർത്ഥിക്കും. വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട. അപ്പൊ എന്ത് ചെയ്യണം? ദൈവഹിതം അറിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കും. എപ്പപ്രാസ് അങ്ങനെ പറയും. എപ്പപ്രാസിനെ പറ്റി പൗലോസ് പറഞ്ഞ വാക്യത, അവൻ ക്രിസ്തുവിൽ നിങ്ങൾ തികഞ്ഞവരായി നിൽക്കേണ്ടത്. എന്തൊരു വാക്ക, എന്തൊരു പ്രാർത്ഥന! ക്രിസ്തുവിൽ നിങ്ങൾ തികഞ്ഞവരാകേണ്ടതിന്. നിങ്ങൾക്ക് അമേരിക്ക പോകാൻ വേണ്ടിയല്ല,
നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിൽ എന്താ പറയുന്നത് 99 വർഷത്തേക്ക് വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല. അച്ഛന്റെ ബിസിനസ് ഇതെല്ലാം പ്രാർത്ഥിച്ചോ, പക്ഷെ അതല്ല. എപ്പഫ്രാസ് പറയും, ഇതൊന്നും അല്ല എന്റെ വിഷയം. എന്റെ വിഷയം നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് കിട്ടാൻ വേണ്ടിയല്ല, നിങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞവരാകാം. 2, നിങ്ങൾ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്നവരാകണം. നിങ്ങൾ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്നവരാകണം. നിങ്ങൾ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്നവരാണ്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട്? ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ യേശോപ്പച്ചനോട് പറയണം, യേശോപ്പച്ച എനിക്ക് ആത്മഭാരത്തോട് പ്രാർത്ഥിപ്പാൻ കൃപ തരണേ എന്ന് പറയണം. എങ്ങനെ? ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാൻ. ഏത് വിഷയം നിങ്ങളുടെ കിട്ടിയാലും നിങ്ങൾ ഉഴപ്പി പ്രാർത്ഥിക്കരുത്. നിങ്ങൾ ഏത് രാജ്യത്താണ്, ആ രാജ്യത്തെ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം പൊട്ടിത്തന്നെ പ്രാർത്ഥിക്കണം. ഹോളി സ്പിരിറ്റിൽ ഉണ്ടാകുന്ന പെയിൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. ഹോളി സ്പിരിറ്റിൽ ഉണ്ടാകുന്ന ഭാരം നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ ഫീൽ ചെയ്ത് ആ ഫീലിംഗ് മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. അതാണ് ആത്മഭാരത്തിന്റെ പ്രാർത്ഥന. പ്രിയരെ, ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ? ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അഭിഷേകമുള്ളവരെ കിട്ടും. എന്നെക്കാട്ടി നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ വലിയ പ്രസംഗക്കാരൊന്നുമല്ല. എനിക്ക് കിട്ടിയ വെളിപ്പാട് കുറെ പറയുന്നത്. ഞാൻ ബൈബിൾ പോലും പഠിച്ചിട്ടുണ്ട്. ദൈവകൃപ എവിടം വരെ എത്തിയത് മാത്രമേ. എന്നെക്കാട്ടി നന്നായിട്ട് പ്രസംഗിക്കുന്നവരുണ്ട്. പ്രസംഗിക്കാൻ ആർക്കും അറിയാത്തത്. പ്രസംഗിക്കുന്നവരെ കിട്ടും, പ്രവചിക്കുന്നവരെ കിട്ടും, അഭിഷേകം ഉള്ളവരെ കിട്ടും. നിങ്ങൾക്കറിയാമോ, പ്രാർത്ഥിക്കുന്നവരെ കിട്ടത്തില്ല. ഇപ്പൊ കുറഞ്ഞു പോയത് പ്രാർത്ഥനക്കാരാ കുറഞ്ഞു പോയത്. ഒരു 15-20 വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിക്കുന്ന കുറെ അപ്പച്ചന്മാരുണ്ട്. ഒരു വിഷയം അവിടെ ചെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ വിഷയത്തെ തിരിഞ്ഞു പോലും നോക്കേണ്ട കാര്യമില്ല. രാത്രിയെന്നോ പകലെന്നില്ലാതെ ഈ അപ്പച്ചന്മാർ മുട്ടുമേൽ അങ്ങോട്ട് ഇരുന്നിട്ട് കൈ ഓർത്തുപിടിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കും. അതിന് വിടുതല. ഞാനൊരു കാര്യം, നിങ്ങളുടെ ഒരു വിഷയം നിങ്ങൾ ഒരാളോട് പറയും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആത്മാർത്ഥമായി ആത്മഭാരത്തോടെ മണിക്കൂറോളം ഇരുന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നാത്തന്നെ കാര്യം എന്നറിയോ? നമുക്ക് പ്രാർത്ഥനയില്ല. നമ്മൾ ഇത് തന്നെ, നമുക്കിതില്ലല്ലോ. എന്റെ സ്വഭാവം, എന്നോടൊരു കാര്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചിരിക്കും. ആ പ്രാർത്ഥന തുടങ്ങുമ്പോൾ എനിക്കറിയത് ഏത് വിഷയമാണ്, ഇത് എവിടെ എത്രത്തോളം ആത്മഭാരം ഇതിനകത്ത് വേണം, ഇതൊക്കെ ആത്മാവിൽ എനിക്കറിയാം. ചില വിഷയം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോഴേ എനിക്കത് ഡെലിവറൻസ്. ചില വിഷയങ്ങൾ ആത്മഭാരത്തിൽ പ്രാർത്ഥിക്കും. എപ്പം ആ പ്രാർത്ഥന നിർത്തുമെന്ന് ചോദിച്ചാൽ എപ്പോൾ ആത്മഭാരം തീരുന്നോ അതുവരെ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കണം. എന്താ നമ്മുടെ വിഷയം? ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാണ്, ദൈവഹിതപ്രകാരമുള്ള വിഷയമാണ്. ഇതെല്ലാം കർത്താവിന്റെ ഇഷ്ടമുള്ള പ്രാർത്ഥനകളാ. ഇതെല്ലാം നിങ്ങളുടെ അടുത്തിരിക്കുന്ന സഹോദരിയെ ഭയങ്കര ഇഷ്ടമാണോ? നിങ്ങളുടെ അടുത്തിരിക്കുന്ന സഹോദരനെ ഭയങ്കര ഇഷ്ടമാണോ? നിങ്ങളുടെ നല്ല ഫാമിലി ഭയങ്കര ഇഷ്ടമാണോ? ഇഷ്ടത്തെ നിങ്ങൾ കുറെ കഞ്ഞിയും പയറും കൊടുത്താൽ പോറ്റാ, അത് പോകണ്ട, വിട്ടേര്. നിങ്ങൾ അവരെ ആത്മഭാരത്തിൽ പ്രാർത്ഥിക്കണം. ആത്മാവിൽ നിങ്ങൾ അവരെ വഹിക്കണം. നിങ്ങളുടെ കുഞ്ഞിനൊരു ചെറിയ വിഷയം വന്നു, ഒരാളോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, എന്റെ ടൈം തീരാറാകുക. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെ കൈ കിട്ടിയാൽ നിങ്ങൾ ആ ബന്ധം ഒരിക്കലും കളയരുത്. ഞാൻ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ആത്മഭാരത്തിൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ കിട്ടിയാൽ, ഇനി ഇച്ചിരി കുഴപ്പക്കേട് അവനെ നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് ചിലപ്പോൾ സഹകരിക്കാൻ ബുദ്ധിമുട്ട്. എനിക്കൊരു അമ്മാമ്മയെ അറിയാം, വാ തുറന്നാലേ നമുക്ക് ദേഷ്യം, മോർച്ചറി കിടക്കുന്ന പോലെ എഴുന്നേറ്റ് അടിക്കും, ആ രീതി സംസാരിക്കും. പക്ഷെ എനിക്ക് ആ അമ്മാമ്മയെ വിട്ട് കളയാനേ തോന്നാറില്ല. അതെന്താ? ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന, ഒന്നും ഉണ്ടായിട്ട് പറയുന്നല്ല, പറയുമ്പം ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നതാ, പക്ഷെ ഭയങ്കര പ്രാർത്ഥന. ഒരു വിഷയം നമ്മൾ അങ്ങോട്ട് ചെന്ന് പറഞ്ഞാൽ, എന്റെ പൊന്ന് പ്രിയരെ, ആ രാത്രിന്നോ പകലെന്നില്ലാതെ കരയും.
ഞാൻ ഇനി അവർ എന്നോട് എന്തോ പറഞ്ഞാൽ ആ ബന്ധം ഞാൻ കളയും. ദൈവത്തിന്റെ മഹാകൃപയാ, പ്രാർത്ഥിക്കുന്ന കുറെ ആൾക്കാരെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എന്റെ ചർച്ചിലുള്ള കുഞ്ഞുങ്ങളെ ഞാൻ അത് തന്നെയാ പഠിപ്പിച്ചു. ഞാൻ ചില പിള്ളേർ കാനഡ വരാൻ വേണ്ടി ഇരിക്കുക, ഞാൻ അവരെ അങ്ങനെ തന്നെയാ പഠിപ്പിക്കുന്നത്. ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ. വളരെ ഒരു നേരം കഴിച്ച് അങ്ങനത്തെ ഫാസ്റ്റിംഗ് ഒന്നും ഇല്ല. അതേത് ഫാസ്റ്റിംഗ്? ഭാഗികമായി ഫാസ്റ്റിംഗ്. ഇനിയിപ്പം അത്യാവശ്യമാണ്, ജോലി കാര്യങ്ങളാ, പറ്റത്തില്ല, കുഴപ്പമില്ല. പക്ഷെ അങ്ങനത്തെ ഫാസ്റ്റിംഗ് ഒന്നും ഇല്ല. പിന്നെ ഇരിക്കുകയാണെങ്കിൽ വൈകിട്ട് കഴിക്കാതെ ഫുൾ അങ്ങ് ഇരിക്കണം. കാരണം ആഹാരം ഓവർ ഈറ്റിംഗ് പാപമാണ്. എത്ര പേർക്ക് അറിയാം? ഓവർ ഈറ്റിംഗ് പാപമാണ്. ഞാൻ ഖത്തറിൽ ചെന്നപ്പം ഒരു പയ്യനും ഖത്തറിൽ ചെന്നപ്പോ ഇവനും അവന്റെ അപ്പനും മോനോട് എന്നെ ഒരു KFC കടയിൽ കൊണ്ടുപോയി. എന്റെ മോനെ ഒന്ന് പറയണം. അവിടെ ചെന്ന് ഞാൻ 3 എല്ല് കഴിച്ചു, 3 ചിക്കൻ കഴിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ഈ ചെറുക്കൻ കഴിപ്പാ. അവന് ഒരു ബക്കറ്റ് ഓർഡർ ചെയ്ത് അവന് പോരാ. ഞാൻ ഇത് കൊണ്ട് എന്റെ വിശപ്പോടെ അങ്ങ് പോയി. ഭയങ്കര കഴിപ്പ്. ഞാൻ ചോദിച്ചു, ഒരു പാസ്റ്റർ മോനാ. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഇവനെ ഇങ്ങനെ കഴിപ്പിക്കരുത്, വിഷയമാണ്. അപ്പോഴാ മനസ്സിലായത് പുള്ളിക്ക് ഒരു ബക്കറ്റ് വേണം. പുള്ളിയും കഴിക്കുന്ന ആളാ. പുള്ളിയും കഴിക്കപ്പെടുന്ന മോനെ. ലാസ്റ്റ് ഈ അപ്പന്റെ മോനുടെ പാത്രം നോക്കാൻ നേരം ഞാൻ ഞെട്ടി. യഹസ്കേൽ 37 അസ്ഥിയുടെ വലിയ കൂമ്പാരം. ഞാനിത് കണ്ട് എന്റെ വിശപ്പും പോയി. എന്റെ ദൈവമേ, ഞാൻ പറഞ്ഞ പാസേ, ഈ മാലപ്പടക്കത്തിന്റെ കീഴെ കൊണ്ട് അവനെ വെക്കരുത്, സമോസയെന്ന് വെച്ച് കഴിച്ചു കളയും, അവനെ ഇച്ചിരി മാറ്റി കിടത്തിക്കോളാൻ പറഞ്ഞു. എന്റെ പൊന്നു പ്രിയരെ, ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ഓവർ ഈറ്റിംഗ് നിങ്ങൾ കേട്ടില്ല? അതിഭക്ഷണം പാപമാണ്. ഞാൻ ഈ പബ്ലിക്കിൽ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നരുത്. സെക്സ്വൽ സിൻ, ലൈംഗികരമായ പാപങ്ങളുടെ പുറയിൽ ഓവർ ഈറ്റിംഗ്. ഇത് ഒരു പൊതുവെ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഞാൻ ചില കൂട്ടുകാരുടെ പേര് പറയുന്നില്ല, നമുക്ക് അറിയാമല്ലോ. ഭയങ്കര ഭക്ഷണക്കാരാ ആ കൂട്ടര്. ഞാൻ ആ ഗ്രൂപ്പിന്റെ പേര് ഞാൻ പറയുന്നില്ല. ഒരു ഇഷ്മേലുമായി ബന്ധപ്പെട്ട സംഭവമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ അകത്ത് ഭയങ്കര ഇങ്ങനെയുള്ള രീതി പാപങ്ങൾ പെരുകി കിടക്കുക. സോദോം ഗോമോറയുടെ പ്രശ്നം എന്താ? സോദോം ഗോമോറയുടെ പ്രശ്നം എന്താ? അവർ തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ചെയ്തു. അവർ ഭയങ്കര ഓവർ ഈറ്റിംഗ്. പ്രവാചകൻ വിളിച്ചു പറയുന്നു, അവർ തീൻകുളപ്പന്മാരായെന്ന. ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫാസ്റ്റിംഗ് ഇരിക്കാൻ പറ്റാത്ത ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഫാസ്റ്റിംഗ് ഇരിക്കാൻ പറ്റത്തില്ല. 4 മണിയാകുമ്പോഴേ ഇവിടുന്ന് ഒരു ആദി കയറുക. ഫാസ്റ്റിംഗിൽ ജയിക്കാമോ? നിങ്ങൾക്കൊരു 3 ദിവസം ദൈവത്തെ ഓർത്ത് മാസത്തിൽ ഒരു 3 ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കാമോ? ഒരു 3 ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കാമോ? വൈകിട്ടൊന്നും കഴിക്കണ്ട, അങ്ങനെയൊക്കെ ഇരിക്കുക, അങ്ങനെയൊക്കെ പഠിക്കുക. ലീവ് എടുത്തിട്ട് ഒരു 3 ദിവസമൊക്കെ ഇരിക്കുക. വില കൊടുത്തൊക്കെ ഒന്ന് പ്രാർത്ഥിയിര് പ്രിയരെ. നിങ്ങളുടെ സഭയെ ഓർത്തൊന്ന് പ്രാർത്ഥിയിര്. പിടിച്ച പാസ്റ്റും കുടുംബം മാത്രം ഫാസ്റ്റിംഗും പ്രാർത്ഥനയും ഇല്ലാതെ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. 3 ദിവസമൊക്കെ ഇരിക്കുക, ഒന്ന് ഇരുന്ന് നോക്ക്. ഡെലിവറൻസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ഡെലിവറൻസ് ഉണ്ടാവും. ഇതെല്ലാം ഈ ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനയ്ക്കകത്ത് കിടക്കുക. ഫാസ്റ്റിംഗ് ഇപ്പം ചില പറയുന്ന ഫാസ്റ്റിംഗ് വേണ്ടാന്ന. ഫാസ്റ്റിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല പാസ്റ്റർ. അത് ഇപ്പൊ ഫാസ്റ്റിംഗ് വേണ്ട എന്ന് പറയുന്ന വലിയ ചർച്ചകാർ ഇപ്പം 40, 21 ഇരുന്ന് തുടങ്ങി. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി പോകത്തില്ല പ്രിയരെ. ചിലത് പോകണമെങ്കിൽ ഫാസ്റ്റിംഗ് ഇതിനെ പറ്റത്തുള്ളൂ. എസക്കേൽ ഫ്രാൻസിസിന്റെ ഭാഷയിൽ ഞാൻ പറയാം, നമ്മുടെ എപ്പോ ഫാസ്റ്റിംഗ് ഇരിക്കണം? 1, ദൈവം പറയുമ്പോൾ ഫാസ്റ്റിംഗ് ഇരിക്കണം. 2, നമ്മുടെ ജഡം എപ്പോ പൊങ്ങുന്നു എന്ന് തോന്നുന്നോ അപ്പൊ ഒരു ഫാസ്റ്റിംഗ് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്ക് ആഹാരം കുറച്ചാൾ കൊടുക്കണ്ട, ഇത്രയേ ഉള്ളൂ.
നമ്മുടെ ജഡം, നമ്മളാരും ദൂതന്മാരൊന്നുമല്ല, നിങ്ങളുടെ ദൂതന്മാരായിരിക്കും, ഞാൻ പച്ചയായ ഒരു മനുഷ്യനാണ്. ജഡം പൊങ്ങുന്നു എന്ന് തോന്നുമ്പം ഒരു 3 ദിവസം, ഇനി ജോലിയാണോ, തിരക്കാണോ, വൈകിട്ടും കഴിച്ചോ, പക്ഷെ കഴിവതും കഴിക്കാതിരിക്കുക. ഒരു 3 ദിവസം ഫുൾ അങ്ങ് ഇരിക്കുക. 3 എന്നുള്ളത് 7 അങ്ങ് ഇരിക്കുക. 7 എന്നുള്ളത് 14 ഇരിക്കുക. 14 കൂട്ടിയിട്ട് 21 ഇരിക്കുക. 21 കൂട്ടി 40 ഇരിക്കുക. ചിലരെ കണ്ണു പിടിച്ച് നോക്കും, 40. അയ്യോ 40. ഇത്രയും നാൾ കഴിച്ചില്ലേ, ഇനി കുറച്ചാളൊന്ന് കഴിക്കാതെ ജീവിക്കും. നമ്മുടെയൊക്കെ അപ്പച്ചന്മാരൊക്കെ ഒട്ടിയ വയറുമായിട്ട് ഫാസ്റ്റിംഗ് ഇരുന്ന് പ്രാർത്ഥിച്ചൊക്കെ നേടിയതായിരുന്നു. ഫാസ്റ്റിംഗ് ഞാൻ പറയുന്ന അങ്ങ് വലിയ സ്ട്രഗിൾ ഒന്നുമല്ല. കർത്താവിൽ ആശ്രയിച്ചാൽ ഒരു കാര്യവും സ്ട്രഗിളല്ല. കരം ഉയർത്തി പിടിച്ചേ. യേശുവേ, ഞാൻ പറഞ്ഞോളൂ, യേശുവേ പറ, യേശുവേ ഫാസ്റ്റിംഗ് ഇരിപ്പാൻ കൃപ തരണമേ, ഉപവാസം ഇരിപ്പാൻ കൃപ തരണമേ, ആഹാരത്തോടുള്ള അമിതാവേശം, ആഹാരത്തോടുള്ള അമിതമായ സ്നേഹം ഞങ്ങളിൽ നിന്ന് മാറ്റണമേ. കർത്താവേ, ഞങ്ങളുടെ ജഡം പൊങ്ങുന്നു എന്ന് തോന്നുമ്പോൾ ഉപവാസം ഇരിക്കാൻ, യേശോപ്പച്ചൻ പറയുന്ന സമയത്ത് ഉപവാസം ഇരിക്കാൻ, ഞങ്ങളുടെ സഭ ഡിക്ലെയർ ചെയ്യുമ്പോൾ സഭയുടെ കൂടെ ഫാസ്റ്റിംഗ് ഇരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പക്ഷേ സമയം തീർന്നോ? മിനിപ്പാസേ സമയം കഴിഞ്ഞാ. താങ്ക് യു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നല്ല കൂട്ടായ്മയ്ക്ക് നന്ദി. നീ കർത്താവ് ഞങ്ങളുടെ നടുവിൽ ഉണ്ടായിരുന്നല്ലോ. ദൈവഹിതപ്രകാരം പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് വെച്ച ഞങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞവരാകുവാൻ ദൈവഹിതം മനസ്സിലാക്കി പ്രാർത്ഥിപ്പാൻ, അതാ ഞങ്ങളുടെ വിഷയം. ദൈവഹിതം മനസ്സിലാക്കി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിനകത്ത് ആത്മഭാരത്തിന്റെ പ്രാർത്ഥനയുണ്ട്. കർത്താവെ, പരിശുദ്ധാത്മാവിൽ എന്താണോ അത് സെൻസ് ചെയ്ത് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നത് ആത്മഭാരത്തിന്റെ പ്രാർത്ഥനയാണ്. അപ്പോൾ ആത്മാവിൽ മനസ്സിലാക്കി, ആത്മാവിന്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കി ഞങ്ങളെ പ്രാർത്ഥിപ്പിക്കണമേ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.